Hello friends, very good morning. See our topic, types or degrees or classification of price elasticity of demand. See, we have already discussed the meaning and definition of elasticity of demand, in which we also covered, types of elasticity of demand in the form of price elasticity of demand, income elasticity of demand, and also cross elasticity of demand. ആ പിക്ചർ നിങ്ങളെ മനസ്സിലുണ്ടാവണം, മറക്കരുത്. ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷമേ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പാടുള്ളൂ. ഹൗ ക്യാൻ വി എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ? സി, ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് price elasticity of demand. Okay, ഇതിൻ്റെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, elasticity of supply, that we will discuss after this video. That is also very very important. Market forces in which we are discussing demand, that is consumer perspective, and on the seller point of view we need to discuss supply, law of supply, supply schedule, supply curve, determinants of supply, and also elasticity of supply. We know the meaning of elasticity of demand. See, elasticity of demand refers to the sensitiveness or responsiveness of demand to changes in price. Okay, നല്ല രീതിയിൽ മനസ്സിലുണ്ടാക്കണേ, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. Elasticity of demand refers to the sensitiveness or responsiveness of demand to changes in price. വിലയിലുണ്ടാകുന്ന മാറ്റം അത് ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു, ഹൗ മച്ച് ഡിമാൻഡ് വിൽ ഇൻക്രീസ് ഓർ ഹൗ മച്ച് ഡിമാൻഡ് വിൽ ഡിക്രീസ്, ദാറ്റ് ക്ലിയർലി മെഷേർഡ് ഇൻ എ ക്വാണ്ടിറ്റേറ്റീവ് വേ ബേസ്ഡ് ഓൺ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് ഡിമാൻഡ് ദാറ്റ് എക്സ്പ്ലെയിൻസ് എ ക്വാളിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. But elasticity of demand provides a quantitative measurement of these two variables. That is also very very important. Types of price elasticity of demand, same answer, or degrees of price elasticity of demand. And also you can expect a question like this, classification of price elasticity of demand. Please understand this equation, measurement of price elasticity of demand, percentage method or proportionate method, expenditure method or total outlay method, and graphic method, that is point elasticity, arc elasticity, and so on. നിങ്ങൾ മനസ്സിലുണ്ടാവണം ആ പിക്ചേഴ്സ് ഒക്കെ. Similarly, see, elasticity of demand, we can simply say percentage change in quantity demand divided by percentage change in price. ഓക്കെ, ആ പ്രീവിയസ് വീഡിയോൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. സി, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടാവണേ. ദെൻ വി നോ ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിച്ച് ആക്ച്വലി റേഞ്ചസ് ഫ്രം 0 to infinity, isn't it? The value actually lies between 0 and infinity. Now come to our topic. See, types of price elasticity of demand or degrees of price elasticity of demand or classification of price elasticity of demand, we can see 5 types. Please note that point here. Perfectly elastic demand. ഇവിടെ ഒരു കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ജനറൽ എസ്സേ ആയിട്ട് വരാം. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് കർവൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേ ടോപ്പിക് തന്നെ നിങ്ങൾക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓർ യു ക്യാൻ ആൾസോ എക്സ്പെക്ട് വെരി ഷോർട്ട് ആൻസർ, 2 മാർക്ക്. How can you explain perfectly elastic demand? Separate very short answer question, isn't it? ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ദിസ് ടോപ്പിക് ഈസ് വെരി വെരി സിമ്പിൾ. ഓക്കെ, എസ്സേയിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള വകുപ്പ് ഇതിലുണ്ട്. കാരണം എന്താ, നല്ല ഡെഫിനിഷൻ കൊടുക്കുക, ചെറിയ മാത്തമാറ്റിക്സ് കൊടുക്കുക, ഫോർമുല ഉണ്ട്, പ്ലസ് 5 കർവുകൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഈ 5 കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാം, isn't it?
we need to discuss, 5 types of price elasticity of demand. See, first one, perfectly elastic demand. Second one, perfectly inelastic demand. Then third one, elastic demand. Fourth one, inelastic demand. And last one, fifth one, unitary elastic demand. Okay, so we need to discuss one by one. We can take first one, perfectly elastic demand. Here, the value of coefficient of price elasticity of demand is equal to, is equal to infinity. That is very, very important. That means, we can explain perfectly elastic demand in this way. See, if a change in price that leads to infinite change in quantity demanded, infinite, anandamite, it is not possible to measure accurately. That is, we know this equation, percentage change in quantity demand divided by percentage change in price. Here, denominator and percentage change in price. Numerator and percentage change in quantity demand. So here, a small change in price that leads to, infinite change in quantity demand. Isn't it? That is the key word. പ്രൈസിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ലാർജ് ലെവലിൽ മാറ്റം വരികയാണെങ്കിൽ വി ക്യാൻ സിംപ്ലി സേ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് ഈസ് ഹിയർ സെൻസിറ്റീവ്നെസ് ഓർ റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ സെൻസിറ്റീവ്നെസ് ആണ്. ഹൈ ലെവൽ ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി. ഒരു സാധനത്തിൻ്റെ വില ചെറിയ തോതിലൊന്നു കൂടി, then total quantity demand of that product becomes zero ആയിട്ട് അങ്ങോട്ട് മാറും. Or a small change or a small cut in the price of a commodity. സാധനത്തിൻ്റെ വില ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞു, a large increase in the quantity demand of that product. That is why it is perfectly elastic demand, and the value of coefficient of price elasticity of demand here is infinity, isn't it? Now how can we represent perfectly elastic demand through a curve? See, this is the curve, very very simple. Okay, examine നിങ്ങൾ ഈ കർവ് നല്ല രീതിയിൽ വരച്ചിട്ട് കൊടുക്കണം. See, കർവ് വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് OX. See, here we can represent quantity demand, isn't it? Product. OX axis, that is horizontal axis. OY axis we can represent here price. Then what is the shape of perfectly elastic demand curve? It is horizontal straight line. This is the demand curve, isn't it? See, this is the price, and here quantity of demand that measured in the horizontal axis. And the shape of the curve, it is a straight line which is parallel to the output axis or OX axis. That is very very important. And the more important thing is that here elasticity of demand is equal to infinity, or coefficient of elasticity of demand that is equal to infinity. Then please understand the shape of the demand curve here, horizontally straight line which is parallel, സമാന്തരമാണ്. ഇതിനാണ് parallel to OX axis, or we can simply say output axis. ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, മറക്കരുത്. കാരണം എന്താ, പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട്. എങ്ങനെയാണ് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ്? ഇവിടെ എന്താണ്? ഔട്ട്പുട്ട് ആക്സിസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? OX ആക്സിസ് അഥവാ ഹൊറിസോണ്ടൽ ആക്സിസിലാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ഔട്ട്പുട്ട്, ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ആ ആക്സിസിന് സമാന്തരമായിട്ടായിരിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, സി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദാറ്റ് മീൻസ് നെഗറ്റീവ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം.
സപ്പോസ് എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ന്യൂമറേറ്ററിലാണ് എന്ത് വില പ്രൈസ് എടുത്തിട്ടുള്ളത്. എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. അപ്പോൾ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് സൈൻ, ഡിനോമിനേറ്റർ നെഗറ്റീവ്. വില കുറയുമ്പോൾ ന്യൂമറേറ്ററിൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള മാറ്റമാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. Then we will get result negative, isn't it? Law of demand represent ചെയ്യുന്നത് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ്, സപ്പോസ് ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. സാധനത്തിന്റെ വില കൂടി. അപ്പം ഡിനോമിനേറ്ററിൽ എന്താവും? പോസിറ്റീവ്. വില കൂടുകയാണ്. 8 രൂപ ഉള്ളത് 10 രൂപയായി, +2 വരും അല്ലേ? then വില കൂടുമ്പോൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ഡിമാൻഡ് കുറയും. 10 കിലോഗ്രാം വാങ്ങിയത് 5 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞു. then -5. again we will get result negative, isn't it? അതുകൊണ്ട് എക്കണോമിസ്റ്റുകൾ പൊതുവെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ സൈന്, നെഗറ്റീവ് സൈന് കാണിക്കാറില്ല. കൺവീനിയൻ്റ്ലി ഇറ്റ് ഈസ് ഒമിറ്റഡ് ഓർ ഇറ്റ് ഈസ് എലിമിനേറ്റഡ്, isn't it? അപ്പോൾ ഇവിടെ ഞാൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡിലൊക്കെ 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബട്ട് അത് കാണിക്കാറില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. സി ദിസ് ഈസ് അബൌട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഹിയർ ഹൈപ്പർ സെൻസിറ്റീവ് ആണ്, ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ചസ് ഇൻ പ്രൈസ്. പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ എന്താണ്? റയർ ആയിട്ടുള്ള കേസാണ്, എക്സ്ട്രീം കേസാണ്. തിയററ്റിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളൂ. റിയൽ ലൈഫിൽ അത്ര ഒരു കോമൺ ആയിട്ടുള്ള സംഭവമല്ല. റൈറ്റ്. ദ സെക്കൻഡ് ടൈപ്പ് ഈസ് ദാറ്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഹിയർ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഹിയർ coefficient of price elasticity of demand is equal to 0. That is the point. Then how can we define it? Please listen. If a change in price or a small change in price or large change in price does not influence the quantity demanded. വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, വില കൂടട്ടെ അല്ലെങ്കിൽ കുറയട്ടെ, അത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ we can simply call it perfectly inelastic demand. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ എന്തായിരുന്നു? സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മേക്ക് എ ഹ്യൂജ് ഇഫക്ട്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ്. ബട്ട് ഹിയർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ചസ് ഓഫ് ദ പ്രൈസ്. പ്രൈസിലുള്ള മാറ്റം പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യുന്നില്ല. വില എത്ര കൂടട്ടെ കുറയട്ടെ, ഡിമാൻഡ് വിൽ ബി കോൺസ്റ്റന്റ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദെൻ വി ക്യാൻ കോൾ ഇറ്റ് perfectly inelastic demand. Here coefficient of elasticity of demand is equal to 0. Don't forget that point. Then how can we represent this perfectly inelastic demand through a curve? Please listen. We can draw the curve like this. Okay, simple. See again, OX axis, the marker that quantity demand, then OY axis പ്രൈസ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കർവ് അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു മെഷർ ബോത്ത് ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്. ആൻഡ് നൗ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഈസ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. സി ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ്. ഹിയർ it is what is the shape? Vertical shape. What is the shape here? Perfectly elastic demand here horizontal shape, parallel to output axis or OX axis. But here perfectly inelastic demand which is parallel, samantaramana, parallel to OY axis or price axis. Okay, price axis എന്ന് പറയാനുള്ള കാരണം എന്താണ്? OY ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, isn't it? അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. Suppose here this is the price P, then price increased to P2, then again quantity demand is same Q, quantity il oru maatilla. Then suppose price is declined to P1, P il ninnu P1 aayi,
then again quantity demand is same. Another demand curve vertical. There is no impact on the changes in the price of the commodity upon the quantity demand of the product. വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു രീതിയിലും ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. Okay, what is the name? Perfectly inelastic demand. Here coefficient of elasticity of demand is equal to 0. Okay, now I think you got the point. Now the third type or the third classification of price elasticity of demand, elastic demand. But note here coefficient or the value of coefficient of price elasticity of demand is greater than 1. That means percentage change in quantity demanded. Percentage change in quantity demanded is greater than the percentage change in price. Isn't it? How can you explain that point? കാരണം വിലയിൽ 10% കട്ട് ഉണ്ടായി. കാരണം പ്രോഡക്റ്റിൻ്റെ വില 10% കുറഞ്ഞു. ബട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 40% കൂടി അല്ലെങ്കിൽ 30% കൂടി. Then we can simply say elastic demand. നിങ്ങൾ ചില പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്, സെയിം കൺസെപ്റ്റ് ആണ്, ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. കാരണം നമ്മുടെ ഇക്വേഷനിൽ ദിസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. സി പ്ലീസ് ലിസൺ. Elasticity of demand. Okay, we can see. Suppose 10% cut in price. 10% വിലയിൽ കുറവുണ്ടായി. But here 30% hike in quantity demand. This is the situation. Then definitely numerator large ആണ്, denominator small ആണ്, then we will get result should be greater than 1. Isn't it? കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ കൂടുതലാണ് in relation to change in price of the commodity. That is why percentage change in quantity demanded is greater than the percentage change in price. Okay, responsiveness sensitiveness of demand എന്നാണ് ഇവിടെ കൂടുതലാണ്. Then what is the shape of the demand curve here? Please listen. We can simply draw the figure like this. X axis here quantity demand, y axis we can see price of the commodity. Then please listen here the demand curve becomes more flat. Demand curve flat ആയിരിക്കും. Perfectly flat ആണെങ്കിൽ അതെന്താവും? Perfectly elastic demand ആവും. ബട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡിമാൻഡ് കർവ് നിങ്ങൾ ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കുക. Isn't it? Now we can just draw or represent like this, and suppose this is the price, okay, P, then price decreased to P1, and this is the quantity Q, and this is the quantity Q1. Then here the thing is that this is the change in price region. region. Okay, but ഈ വിലയിലുള്ള മാറ്റം അതിനേക്കാൾ കൂടുതൽ മാറ്റം ഏതിൽ വന്നിട്ടുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡ്. This is the case, isn't it? Here percentage change in quantity demand, ഇത്രയും പോർഷൻ മാറി അല്ലേ? percentage change in quantity demand is much greater than percentage change in price. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വിളിക്കാം? ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ റിലേറ്റീവ്ലി മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. Okay, then here value of the coefficient of price elasticity of demand is greater than unit or greater than 1. That is very, very important. Now fourth type is that inelastic demand. Then what is it?
We can simply define this point like this, percentage change in quantity demand is less than the percentage change in price. Okay, then here, value of the coefficient of price elasticity of demand, E is less than 1. Okay, then the value on the here, elasticity of demand. Suppose price elasticity of demand, it will be, it is greater than 0, but less than 1. This is the case. Please note this point. Here case this is, inelastic demand or relatively inelastic demand or less elastic demand, isn't it? Now we can represent this situation through a curve like this, simple curve. Okay, വളരെ simple ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. OX here, quantity demand. OY axis we can see price. ഇവിടെ നമുക്കറിയാം വെർട്ടിക്കൽ ആണെങ്കിൽ അതെന്താണ്, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അപ്പോൾ ഇതിനോട് കുറച്ചൊരു അടുത്തിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള സംഭവമാണ് ഹിയർ ഡിമാൻഡ് കർവ് ഈസ് മോർ സ്റ്റീപ്പ്, കുത്തനായിരിക്കും ഡിമാൻഡ് കർവ്. ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിങ്ങൾ നേരെ വരയ്ക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ ടച്ച് ചെയ്യും. ദെൻ ഹിയർ ഇൻഎലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ വരയ്ക്കുകയാണെങ്കിൽ അത് ഔട്ട്പുട്ട് ആക്സിസ് അഥവാ ഹൊറിസോണ്ടൽ ആക്സിസിലായിരിക്കും ടച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഡിമാൻഡ് കർവ് കൂടുതൽ സ്റ്റീപ്പ് ആയിരിക്കും, കുത്തനായിരിക്കും. നൗ വി ക്യാൻ ടേക്ക് ദ മെഷർമെന്റ് ലൈക്ക് ദിസ്, see, this is the price P. Okay, then this is the quantity Q. Right, now price decreased P1, വില ഇത്ര കണ്ടുകൊണ്ട് കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയിട്ടുണ്ട്, ബട്ട് quantity demand increased in a less manner. Q, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രൈസസിലുണ്ടായ മാറ്റം ഇത്രക്കുണ്ട്, ബട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിനുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്, വളരെ കുറവാണ്. ദാറ്റ് ഈസ് വൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ വെക്കാം. സപ്പോസ് ED is equal to, suppose there is 20% cut in price. Okay, 20% വില കുറഞ്ഞു, but we can see only 5% increase in demand. Okay, this is the case. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1, isn't it? That is the point. Here this is the curve, ഡിമാൻഡ് curve. ഇവിടെ കൂടുതൽ സ്റ്റീപ്പ് ആയിരിക്കും. നിങ്ങൾ വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും എന്നുള്ളൊരു എക്സാമ്പിൾ മാത്രം മനസ്സിലാക്കിയാൽ പോരട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റിലും നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, വില P1 ആയിരുന്നു, അത് P ആയിട്ട് കൂടി, വിലയിലുള്ള കൂടി. വില കൂടുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, Q1ൽ നിന്ന് Q ആയിട്ട് കുറയും. ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം വിലയിൽ നല്ലൊരു മാറ്റം വന്നു, വില കൂടി, ബട്ട് അതിൻ്റെ അനുസൃതമായിട്ട് ഡിമാൻഡിൽ കുറവ് വന്നിട്ടില്ല. ഡിമാൻഡിൽ കുറവ് എന്താണ്, കുറച്ച് വന്നിട്ടുള്ളൂ. ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ എന്താണ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഓക്കെ, നൗ the last type of price elasticity of demand, another very very simple thing, that is unitary elastic demand. Here coefficient of elasticity of demand, its value is equal to 1. Unitary എന്ന് പറഞ്ഞാൽ 1, single 1. That is why we can define like this: percentage change in quantity demand is exactly equal to percentage change in price, isn't it? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ വെച്ചിട്ട് പറയാൻ പറ്റും. സി, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു, സപ്പോസ് 30% increase in demand on account of 30% cut in price. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. ഹിയർ ആൻസർ വിൽ ബി 1, isn't it? Unitary elastic demand. Here the curve is like this. It is really very interesting. ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. OX axis, then OY axis. Here quantity demand, here price. Okay, now here the shape of the curve is like this. This is really very interesting. Okay, this is the shape of the curve here, a rectangular hyperbola. Okay, please note this point.
rectangular hyperbola. That is, this is the demand curve. Suppose, see, this is the price, P, and this is the quantity, Q. Now, price decreased, P1. Now, demand is also, Q1. Okay. Here, this change is exactly equal to this change. വിലയിൽ എത്ര ശതമാനമാണോ മാറ്റം ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ടുള്ള മാറ്റമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടാകുക. 10% വില കുറയുകയാണെങ്കിൽ 10% ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. 20% വില കൂടുകയാണെങ്കിൽ അതിനനുസൃതമായിട്ട് 20% ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. അങ്ങനത്തെ കേസാണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഹിയർ the value of coefficient of price elasticity of demand is equal to 1, isn't it? But this is about types or degrees or classification of price elasticity of demand. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ബട്ട് നെവർ ആക്കിയിട്ട്, കാരണം ഇത് വളരെ സിമ്പിളാണ്, ഈ കവൊക്കെ പെട്ടെന്ന് വരച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്, റിവിഷൻ നടത്തുക, വീഡിയോസ് കാണുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക, ഫിഗർ വരച്ചിട്ട് പഠിക്കാം. ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്താണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഡിമാൻഡ് കർവ് 100% ഫ്ലാറ്റ് ആണ്, അഥവാ ഹൊറിസോണ്ടലി സ്ട്രൈറ്റ് ലൈൻ ആണ്, പാരലൽ ടു OX ആക്സിസ് ഓർ ഔട്ട്പുട്ട് ആക്സിസ്. അതിൻ്റെ വേറെ എക്സ്ട്രീം കേസ് ആണെന്ത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ വിച്ച് ഈസ് പാരലൽ ടു OY ആക്സിസ് ഓർ പ്രൈസ് ആക്സിസ്. ഇവിടെ കോയിഫിഷ്യന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആണ്, ഇവിടെ എന്താണ്, ഇൻഫിനിറ്റി ആണ്. ഓക്കെ, 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ അതെന്തായിരിക്കും, സി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. 1ൻ്റെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിലാണെങ്കിൽ എന്തായിരിക്കും, ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇതിൻ്റെ ഒരു ടേബിൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ കോയിഫിഷ്യൻ്റ് നോക്കുക. ഇൻഫിനിറ്റി ആകുമ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, 0 ആകുമ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. E is equal to greater than, E is greater than 1, elastic demand. E is less than 1, inelastic demand. And E is equal to 1, that is means unitary elastic demand. Okay. അതുപോലെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ റയർ ആയിട്ട് കാണുന്ന കേസാണത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഓൾസോ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് റയർ ആണ്. പൊതുവേ നമ്മുടെ ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഏതാണ്, ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് മോർ ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്തായിരിക്കും, മോർ സ്റ്റീപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് സപ്ലൈ, law of supply and supply schedule, supply curve, and also elasticity of supply. That is parallel to this topic. We will discuss all these things. Okay.